السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله تعالى طيب لا يقبل إلا طيبا وإن الله أمر بالمؤمنين بما أمر به المرسلين وقال الله تعالى يا أيها الرسل കുലു മിനത് ത്വയ്യിബാതി വഅമലു സ്വാലിഹാൻ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ 40 ഹദീസുകളിലെ 10ാമത്തെ ഹദീസിൻ്റെ തലവാചകമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി 1015ാമത്തെ ഹദീസ് നമ്പറായും ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി 2989ാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഈ ഹദീസിൻ്റെ സവിശേഷത എന്ന് ചോദിച്ചാൽ, കുറേ ആയത്തുകൾ കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് തുടങ്ങുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നല്ലാഹ തആല ത്വയ്യിബുൻ, അള്ളാഹു വിശിഷ്ടനാണ്, ത്വയ്യിബാണ്. ഇവിടെ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അവൻ ത്വയ്യിബത്തല്ലാതെ മറ്റൊന്നും സ്വീകരിക്കുകയില്ല. വിശിഷ്ടമായത് മാത്രമാണ് അള്ളാഹുവിന് ആവശ്യമുള്ളത്, അവശിഷ്ടം ആവശ്യമില്ല. ലോകത്തറിയപ്പെടുന്ന ഭണ്ഡാരങ്ങളുടെയൊക്കെ കണക്ക് പരിശോധിക്കുമ്പോൾ കോടാനുകോടി സ്വത്തുകളാണ് അവിടെ കുമിഞ്ഞുകൂടുന്നത്. കറൻസി വേറെ, സ്വർണം വേറെ, വെള്ളി വേറെ, വിദേശ കറൻസികൾ വേറെ, ഇതൊക്കെ തരംതിരിച്ചിങ്ങനെ വരുമ്പോൾ ഒരു പ്രതിമാസം വരുന്നത് കോടിക്കണക്കിന് രൂപയാണ്. അതിലെത്ര ഹറാമുണ്ട്, എത്ര ഹലാലുണ്ട്, എത്ര ത്വയ്യിബുണ്ട്. പല ആളുകളും കട്ടിട്ട് ഓടുന്നവൻ കയ്യിൽ നിന്ന് വീണത് പോലെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടിയ ഭണ്ഡാരത്തിലിട്ടാൽ പിന്നെ പോലീസിൻ്റെ കണ്ണിൽപ്പെടാൻ രക്ഷപ്പെടാൻ ഈ ദൈവം തന്നെ രക്ഷിക്കും, സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടി കുമിഞ്ഞുകൂടിയ ഭണ്ഡാരങ്ങളുടെ മുകളിൽ കൊണ്ടുപോയി കൊട്ടുകയാണ്. അത്തരമൊരു ഔദാര്യം അള്ളാഹുവിന് ആവശ്യമേ ഇല്ല. ഭണ്ഡാരത്തിൽ കാശിടുന്നതിനാ? പറച്ചോട്ടിൽ നിന്ന് കൂലി കിട്ടാൻ പറ്റില്ല. അപകടങ്ങളെ തടയുന്നുള്ള ബോർഡാണ് അതിന് മുകളിൽ കൊടുത്തിട്ടുണ്ടാകുക. അപ്പോൾ അപകടത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി അതെന്തെങ്കിലുമൊക്കെ കൈ കിട്ടുന്ന വാരി വലിച്ചു കൊടുക്കുക, ആ ഒരു സമ്പ്രദായം സ്വീകരിക്കുന്നവനല്ല അള്ളാഹു. കാരണം ഇന്നല്ലാഹ അമറ അൽ മുഅ്മിനീന ബിമാ അമറ ബിഹി അൽ മുർസലീൻ, പ്രവാചകന്മാരോട് എന്താണോ കൽപ്പിച്ചത് അത് തന്നെയാണ് സത്യവിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല പറയാ, യാ അയ്യുഹർ റസൂൽ, ഓ പ്രവാചകന്മാരെ, കുലു മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ വിശിഷ്ടമായതിൽ നിന്ന് തിന്നുവീൻ, വഅമലു സ്വാലിഹാ, സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുവീൻ. അപ്പോൾ കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ വളരെ കൃത്യമായ ചില മാനദണ്ഡങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാലോ, ഖുർആനിലെ സൂറത്ത് മാഇദയിലൊരു സംഭവം. ആദം നബിയുടെ 2 മക്കളിൽ ഒരാൾ തൻ്റെ ഖുർബാൻ അള്ളാഹു സ്വീകരിച്ചില്ല എന്ന കാരണത്താൽ അനുജനായ സഹോദരനെ കൊല്ലുകയാണ്. കൊല്ലാൻ വേണ്ടി കൈനീട്ടുന്ന സന്ദർഭത്തിൽ വളരെ കൃത്യമായി ഈ പദ്ധതി നടപ്പിലാകും, ഇനി രക്ഷയില്ല, മരിക്കുന്നു കണ്ടപ്പോൾ നമ്മളൊക്കെ സാധാരണഗതിയിൽ എന്താ പറയുക, രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് പറയും, ഒരു ഉപായം പറയും, ഉടായ്പ പറഞ്ഞ് രക്ഷപ്പെടും. എന്നാൽ ഇവിടെ അനുജനായ ശേഷം കൊല്ലപ്പെട്ട വ്യക്തി പറയുന്നൊരു വാചകം സൂറത്ത് മാഇദയിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും: ഇന്നമാ യതഖബ്ബലുല്ലാഹ മിനൽ മുത്തഖീൻ, ഇക്ക അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുക, അതല്ലാതെ എൻ്റെ വ്യക്തിപ്രഭാവമോ നിന്റെ ദോഷമോ ദൂഷ്യമോ ഒന്നുമല്ല, മുത്തഖിയായിട്ടില്ല ഇക്ക എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് കൈ അഴയുകയല്ല, മുറുകുകയാണ് ചെയ്തത്. കണ്ണ് രണ്ടും തുറച്ചു, ശ്വാസം നിലച്ചു, മയ്യത്ത് താഴ്ത്തു കിടന്നു. ഇനി തൻ്റെ അനുജൻ്റെ മയ്യത്ത് എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ച് നിൽക്കുമ്പോഴാണ് അള്ളാഹു ഒരു കാക്കയെ പറഞ്ഞയക്കുന്നത്. മൃഗത്തിൻ്റെ മനസ്സുപോലും ഇന്ന് മനുഷ്യന് ഇല്ലാതെയായി പോകുന്ന അവസ്ഥയാണ്. ആ കാക്ക പറന്നിറങ്ങി വന്ന് താഴ്ത്തു നിന്നിട്ട് മണ്ണ് മാന്തിയപ്പോഴാണ് ജ്യേഷ്ഠനായ കൊലപാതകിയായ ആ മനുഷ്യന് തോന്നിയത് ഇതുപോലെയാണ് മയ്യത്തിനെ മറമാണ്ടേണ്ടത്. അന്നു മുതലാണ് മയ്യത്തിനെ കബറടക്കാൻ ഒരു ശീലം, സമ്പ്രദായം മനുഷ്യനിൽ തോന്നിയത് എന്നുള്ളതാണ്. മൃഗത്തിന് തോന്നുന്നത് പോലും മനുഷ്യനിൽ തോന്നാത്തൊരു കാലത്തു കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശിഷ്ടമായത് നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ
168 ആയത്ത്, യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, മനുഷ്യരെ ഭൂമിയിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട് പലപ്പോഴും, പക്ഷെ ആ ദുആയ്ക്ക് പടച്ചോൻ ഇജാബത്ത് തരുന്നില്ല എന്നൊരു സംശയം. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടി അദ്ദേഹം പറഞ്ഞത്, ത്വയ്ബ് മത്അമക ഫയുസ്തജാബു ദഅവതക, ഉപജീവന മാർഗം വിശുദ്ധമാക്കുക, എങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ തുടക്കത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മറ്റൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവിടേക്ക് എത്തണമെങ്കിൽ ഓരോ അടിമയും തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാവുന്ന രൂപത്തിൽ വളരെ കൃത്യമായി ശീലിക്കേണ്ടതുണ്ട്. എന്നിട്ട് അവിടെ അലി റളിയല്ലാഹുവിന് പറയുന്ന 2 കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ഒന്ന് പറയാം, ഏതെങ്കിലും ഒരു അടിമ ഇരുളിൻ്റെ മറവിൽ വെച്ച് ഒരു ഹറാമിൻ്റെ കുരു ഭക്ഷിച്ചാൽ 40 ദിവസത്തെ ഒരു അമലും അയാളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുകയും. അതിനുശേഷം പറയുന്നു, ഏതെങ്കിലും ഒരു മാംസം ഒരു ഹറാമിൻ്റെ തുള്ളിയാൽ ഉണ്ടാക്കപ്പെട്ടതാണ് എങ്കിൽ അതിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് നരകമാണ്. അപ്പോൾ ഹറാം ഇല്ലാത്ത ഹലാലായ ത്വയ്യിബായ വിശിഷ്ടമായത് ഉപജീവന മാർഗമാക്കിയെങ്കിൽ മാത്രമാണ് തലമുറകളിലേക്ക് വരെ ചെന്നെത്താവുന്ന പ്രാർത്ഥനയുടെ ശൃംഖല കണ്ണിമുറിയാതെ എത്തുക. ഇടയിൽ മുറിയാൻ കാരണമായി തീരുന്നത് ഹറാമിൻ്റെ പ്രവേശനങ്ങളാണ്. അത് തടയാൻ ജാഗ്രത കാണിക്കണം. പ്രത്യേകിച്ച് ഓരോ കുടുംബനാഥന്മാരും കുടുംബത്തിലേക്ക് ഉപജീവന മാർഗം കരുതുന്നവരുമൊക്കെ ഒരു റിയാൽ, ഒരു ദിർഹം, ഒരു ഇന്ത്യൻ രൂപ ഹറാമിൻ്റെതില്ല എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാൽ ഉപജീവന മാർഗമാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഹറാമിൻ്റെ എല്ലാ വാതായനങ്ങളും കൊട്ടിയടച്ച് നമ്മെയും നമ്മുടെ തലമുറയെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർസഖിയായ ജീവിതം റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യവും പ്രയാസവും രോഗവുമുള്ള ആളുകളുണ്ട്. രോഗികളായ ആളുകൾക്ക് ഷഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതാന്ത്യം വരെ മുത്തഖീകളായി ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സായികളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.